എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 82 ശ്ലോകം 18 മുതൽ 28 വരെ 11 ശ്ലോകങ്ങൾ. കുന്തി തന്റെ സഹോദരന്മാരെ, അവരുടെ ഭാര്യമാരെ, അച്ഛനമാരെയൊക്കെ കണ്ടപ്പോ വളരെ സന്തോഷായി. എത്ര കാലായി അവരെയൊക്കെ ഇങ്ങനെ അടുത്ത് കണ്ടിട്ട്. പിന്നെതാ ആ കുന്തിദേവി അനുഭവിച്ച ആപത്തുകളെ പറ്റിയൊക്കെ അവൾ ഓർത്തപ്പോ അപ്പോഴൊന്നും ഇവരാരുടെയും സഹായം ഉണ്ടായില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോ വളരെ പരിഭവമായിട്ട് വസുദേവരോട് സഹോദരനോട് പറയുന്നു. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യാഖില ശക്തിധരസ്വധാംന അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്ലോകം 18. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കുന്തിവാച ആര്യ ഭ്രാതരഹം മന്യേ ആത്മാനമകൃതാശിഷം യദ്വാ ആവത്സുമദ്വാർത്താം നാനുസ്മരഥ സത്തമാഹ. കുന്തിദേവിയുടെയും വസുദേവരുടെയും തമ്മിലുള്ള സംഭാഷണം 4 ശ്ലോകത്തിലായിട്ടാണ് പറയുന്നത്. കുന്തിദേവി പറയും, ഹേ ആര്യ സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ സുഹൃതം ചെയ്യാത്തവളാ. അതാണ് എനിക്ക് എന്നെ പറ്റി തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളൊക്കെ വലിയ അറിവും ഭാഗ്യവും യോഗ്യതയൊക്കെ ഉള്ള ആ സത്തുക്കളിൽ വെച്ച് ശ്രേഷ്ഠന്മാരല്ലേ. എന്നിട്ടും കൂടി എന്റെ ആപത്ത് സമയത്ത് എന്നെ കുറിച്ച് നിങ്ങളെ ഒന്ന് ആലോചിക്കുക. ഒന്നും ആലോചിച്ചില്ലല്ലോ ആരും. ഞാൻ നിങ്ങളെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് പുണ്യമില്ല, എനിക്ക് അത്ര ഭാഗ്യമില്ല എന്ന് മാത്രമേ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നു എന്നൊക്കെ പറയാണ് കുന്തിദേവി. സുഹൃദോ ജ്ഞാതയ പുത്രാഹ ഭ്രാതര പിതരാവപി നാനുസ്മരന്തി സ്വജനം യസ്യ ദൈവം അദക്ഷിണം. ദൈവം ആരുടെ നേരെ പ്രതികൂലമായിട്ടിരിക്കുന്നുണ്ടോ അവരുടെ ആപത്ത് കാലത്ത് സ്നേഹിതന്മാര്, ബന്ധുക്കള്, പുത്രന്മാര്, സഹോദരന്മാര്, മാതാപിതാക്കളും കൂടി അങ്ങനെയുള്ളവരെ കുറിച്ച് ആലോചിക്കില്ല. എന്താ വെച്ചാ അങ്ങനെയാണ് അപ്പോഴത്തെ അവരുടെ സമയം. ഈശ്വരനും കൂടി പ്രതികൂലമായിട്ടിരിക്കുന്നതുകൊണ്ട് ആർക്കും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ചെല്ലാൻ തോന്നില്ല. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അപരാധമൊന്നുമില്ല. ഞാൻ നിങ്ങളെയൊന്നും കുറ്റം പറയണില്ല. ഈശ്വരൻ എന്റെ നേരെ പ്രതികൂലമായിരിക്കണം എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്നൊക്കെ വളരെ ദുഃഖമായിട്ട് പറയണു കുന്തിദേവി. വസുദേവർക്ക് അത് കേട്ടപ്പോ വളരെ വിഷമായി. ശ്രീ വസുദേവ ഉവാച അംബ മാസ്മാനസൂയേഥ ദൈവക്രീഡനകാൻ നരാൻ ഈശസ്യ ഹി വശേ ലോക കുരുതേ കാര്യതേഥവാ. ദേവര് പറഞ്ഞു, എന്റെ സഹോദരി, ദൈവത്തിന്റെ കയ്യില് കളിക്കോപ്പുകളാണ് നമ്മളൊക്കെ. അങ്ങനെയുള്ള മനുഷ്യരായിട്ടുള്ള ഞങ്ങളെ നീ കുറ്റപ്പെടുത്തരുത് കേട്ടോ. ഈ ലോകം ഈശ്വരന്റെ അധീനത്തിലായിരിക്കണത് അല്ലെ. അവര് ഈശ്വരേച്ഛ അനുസരിച്ച് പ്രവർത്തിക്കണു, അല്ലെങ്കിൽ ഈശ്വരൻ അവരെ കൊണ്ട് തന്റെ ഇച്ഛാനുസരണം പ്രവർത്തിപ്പിക്കണം എന്നല്ലാതെ ലോകത്തില് നമ്മളെല്ലാം സ്വതന്ത്രരാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കംസ പ്രസ്താപിതാ സർവേ വയം യാതാ ദിശം ദിശം ഏതർഹ്യേവ പുനഃസ്ഥാനം ദൈവേനാസാദിതാസ്വസ. സഹോദരി, നിനക്കറിയാലോ ആ കംസന്റെ കഠിന കർമ്മങ്ങൾ നിമിത്തം എത്ര വിഷമിച്ചു ഞങ്ങളും. ആ കാര്യങ്ങളൊക്കെ നിനക്കും അറിയില്ലേ. ഞങ്ങളെല്ലാവരും ആ കംസന്റെ ക്രൂര കർമ്മങ്ങൾ അനുഭവിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയേണ്ടത് ദിക്കുതോറും പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു ഈശ്വരന്റെ സഹായം കൊണ്ട് ഒരു സമാധാനം കിട്ടിയത്. ഇപ്പോഴാണ് ഞങ്ങളൊക്കെ ഒന്ന് സ്വസ്ഥാനത്തിൽ വന്നു ചേർന്നത്. എനിക്കറിയില്ലേ അതൊക്കെ ചോദിക്കണം. അല്ലാതെ ഞങ്ങൾക്ക് നിന്നെ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ശ്രീശുക ബ്രഹ്മർഷി പറയുന്നു. ശ്രീശുക ഉവാച വസുദേവോഗ്രസേനാദ്യൈ യദുഭിസ്തേർച്ചിതാ നൃപാ ആസന്നച്യുത സന്ദർശപരമാനന്ദ ൂവൃതാഹ. ഇങ്ങനെ വസുദേവര്, ഉഗ്രസേന മുതലായവരാൽ സൽക്കരിക്കപ്പെട്ട ആ രാജാക്കന്മാര് ശ്രീകൃഷ്ണ സന്ദർശന നിമിത്തമുണ്ടായ പരമാനന്ദത്താൽ പരമസുഖം അനുഭവിച്ചവരായി ഭവിച്ചു. എല്ലാവർക്കും ഭഗവാന്റെ ആ സുന്ദര രൂപം അങ്ങോട്ട് കാണുമ്പോ എല്ലാം മറന്ന് അവര് ആനന്ദമഗ്നരാവുകയാണ്. പിന്നെ ആരൊക്കെയാ?
അത് അനുഭവിച്ചൊരു രാജാക്കന്മാരുടെ പേരാണ് അടുത്ത 4 ശ്ലോകങ്ങളിൽ പറയുന്നത്. 4 ശ്ലോകം ഒന്നിച്ചാണ് വായിക്കുന്നത്. ഭീഷ്മോ ദ്രോണോ അംബികാപുത്രോ ഗാന്ധാരീ സസുതാ തഥാ സദാരാ പാണ്ഡവ കുന്തി സൃഞ്ജയോ വിദുരകൃപ കുന്തി ഭോജോ വിരാടശ്ച ഭീഷ്മകോ നഗ്നജിന്മഹാൻ പുരുജിൽ ദ്രുപദശല്യോ ധൃഷ്ടകേതു സകാശിരാട് ദമഘോഷോ വിശാലാക്ഷോ മൈഥിലോ മദ്രകേകയൗ യുധാമന്യു സുശർമാ ച സസുതാ ബാക്ലികാദയ രാജാനോ യേ ച രാജേന്ദ്ര യുധിഷ്ഠിരമനുവ്രതാഃ ശ്രീനികേതം വപുശൗരേ സസ്ത്രീകം വീക്ഷ്യ വിസ്മിതാഃ. ഭീഷ്മര്, ദ്രോണര്, ധൃതരാഷ്ട്രര്, പുത്രന്മാരോടുകൂടിയ ഗാന്ധാരി, ഭാര്യമാരോടുകൂടിയ പാണ്ഡവന്മാര്, കുന്തി, സൃഞ്ജയൻ, വിതുരൻ, കൃപര്, കുന്തിഭോജൻ, വിരാടൻ, ഭീഷ്മകൻ, കാശിരാജാവ്, ദമഘോഷൻ, സുന്ദരനായ മൈഥിലൻ, മദ്രാധിപതി, കേകയാധിപതി, യുധാമന്യു, സുശർമാവ്, പുത്രന്മാരോടുകൂടിയ ബാഹ്ലികാദികൾ. ഹേ രാജേന്ദ്ര, യുധിഷ്ഠിരനോടുകൂടി ഏതെല്ലാം രാജാക്കന്മാര് വന്നിട്ടുണ്ടോ അവരെല്ലാവരും ഭാര്യമാരോടുകൂടി വന്നിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ മനോഹര ശരീരത്തെ കണ്ട് വളരെ വിസ്മയിച്ചു, ആനന്ദമഗ്നരായി. അധതേ രാമകൃഷ്ണാഭ്യാം സമ്യക് പ്രാക്ത സമർഹണ പ്രശംസുർമുദായുക്ത വൃഷ്ണീൻ കൃഷ്ണ പരിഗ്രഹാൻ. പിന്നെ ആ രാജാക്കന്മാരെ എല്ലാം രാമകൃഷ്ണന്മാര്, രാമസ്വാമി ശ്രീകൃഷ്ണന് ഭഗവാനും വേണ്ട പോലെ അങ്ങോട്ട് സൽക്കരിച്ചു എല്ലാവരെയും. ശ്രീകൃഷ്ണനെ ആശ്രയമായി ലഭിച്ചിരിക്കുന്ന വൃഷ്ണികളുടെ ഭാഗ്യാതിശയത്തെ കുറിച്ച് പ്രശംസിക്കാൻ അവർക്ക് വളരെ സന്തോഷമുണ്ടായി. എല്ലാവരും എന്തൊരു ഭാഗ്യായി വൃഷ്ണികളുടെ, ഈ ഭഗവാനെ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, എന്തൊരു ഭാഗ്യ അല്ലേ എന്ന് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുകയാണ്. അഹോ ഭോജപദേ യൂയം ജന്മഭാജാ നൃണാമിഹ യത് പശ്യതാ സകൃൽ കൃഷ്ണം ദുർദർശമപി യോഗിനാം. ആ രാജാക്കന്മാര് ആ വൃഷ്ണികളെ പ്രശംസിച്ചത് എങ്ങനെയാന്ന് വിവരിക്കാണ്. ഹേ ഭോജാധിപതേ, ഈ ലോകത്തിൽ ജനിച്ച മനുഷ്യരുടെ കൂട്ടത്തില് നിങ്ങൾ തന്നെയാണ് ജനിച്ചതിന്റെ ഫലം അനുഭവിച്ചവരും. ഇങ്ങനെ വേണം ജന്മം കിട്ടണമെങ്കിൽ. എന്തുകൊണ്ടെന്നാൽ യോഗികൾക്ക് കൂടി കാണാൻ എളുപ്പത്തിൽ സാധിക്കാത്ത ആ ശ്രീകൃഷ്ണ ഭഗവാനെ നിങ്ങളിങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ, എന്തൊരു ഭാഗ്യ നിങ്ങളുടെ എന്ന് പ്രശംസിക്കവര്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.